എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി റെഗുലർ വിഭാഗം കമ്പാർട്ട്മെന്റ് വിഭാഗം പരീക്ഷാ ഫലങ്ങൾ മെയ് 21-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ വെബ്സൈറ്റുകൾ വഴിയാണ് ഈ ഒരു റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ റിസൾട്ട് വന്ന ശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു +2-ൻ്റെ പരീക്ഷാ ഫലങ്ങൾ അറിയാൻ സാധിക്കുന്ന വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത് kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു kerala-results.nic.in എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന വെബ്സൈറ്റാണ്. അതായത് മുൻ വർഷങ്ങളിലൊക്കെ ഈ ഒരു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു +2-ൻ്റെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അതുപോലെ NSQ വിഭാഗം റിസൾട്ടുകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ പുതുതായിട്ട് വന്നിട്ടുണ്ടായിരുന്ന വെബ്സൈറ്റാണ് results.hsc.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. അതുപോലെ തന്നെ results.kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ iExam മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിങ്ങനെയുള്ള വെബ് ആപ്ലിക്കേഷനുകൾ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. അപ്പോൾ അതുപോലെ തന്നെ PRD ലൈവ് വെബ്സൈറ്റ് വഴിയും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും ഇത്തവണ +1-ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷാ ഫലം ഒരു വെബ്സൈറ്റിൽ, അതായത് results.hsc.kerala.gov.in എന്നുള്ള ആ ഒരു വെബ്സൈറ്റ് വഴി മാത്രമാണല്ലോ ഈ ഒരു +1-ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ +2-ൻ്റെ റിസൾട്ട് ഈ ഒരു വിവിധ വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്നുള്ള പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് +1 ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് +1-ന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ജയിക്കാത്ത വിദ്യാർത്ഥികൾക്കും മാർക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ് +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന് പറയുന്നത്. അതേസമയം വിദ്യാർത്ഥികളുടെ +2-ൻ്റെ പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു പൊതുപരീക്ഷയാണ്. അപ്പോൾ പൊതുപരീക്ഷ എന്ന് പറയുമ്പോൾ ഈ ഒരു അതായത് ഈ ഒരു +1-ൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എല്ലാ വിദ്യാർത്ഥികളും എഴുതണമെന്നില്ല. ചില വിദ്യാർത്ഥികളെങ്കിലും എഴുതാതെ വിദ്യാർത്ഥികളുണ്ടാവും. അതേസമയം +2 ആണെങ്കിൽ അത് പൊതുപരീക്ഷയാണ്. അപ്പോൾ അത് എല്ലാ വിദ്യാർത്ഥികളും എഴുതും. അത് എല്ലാ വിദ്യാർത്ഥികളും എഴുതേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു +2-ൻ്റെ പരീക്ഷാ ഫലങ്ങൾ വിവിധ വെബ്സൈറ്റുകളായി പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പറഞ്ഞ വെബ്സൈറ്റുകൾ വഴിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ കൈറ്റിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് results.kite.kerala.gov.in എന്നുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ HSC, VHSC റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി +2-ൻ്റെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ റിസൾട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാകും എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയുണ്ട് എങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേസമയം നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ തോറ്റിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, അതായത് ഈ ഒരു എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ള അതായത് റിസൾട്ടിൽ കാണിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നാണെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തിനാണ് തോറ്റിട്ടുള്ളത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 24 മാർക്കാണ് ഒരു വർഷം ജയിക്കാൻ വേണ്ടത്. 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 18 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്. അപ്പോൾ നിങ്ങളുടെ +2 റിസൾട്ടിൽ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു 2 വർഷത്തെ ടോട്ടൽ സ്കോർ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 വർഷത്തെ ടോട്ടൽ സ്കോർ നൽകിയ ഭാഗത്ത് നിങ്ങൾ നോക്കേണ്ടത് അവിടെ TE മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയിട്ടുണ്ടാവും. TE എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് 2 വർഷത്തെ ഗ്രാൻഡ് ടോട്ടൽ 48 ഉണ്ടോ, 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷത്തെ ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ നിങ്ങൾക്ക് 36 മാർക്ക് TE ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ട് എങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് ടോട്ടൽ 48 ഇല്ലാതെ 80-ൽ 48 2 വർഷം കൂടി ഗ്രാൻഡ് ടോട്ടൽ ഇല്ലാതെ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തോറ്റതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ 60 മാർക്കിൽ നിങ്ങൾക്ക് ഗ്രാൻഡ് ടോട്ടൽ 36 കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അത് തോറ്റതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു TE മാർക്ക് കൂടാതെ TE മാർക്കിൻ്റെ ഗ്രാൻഡ് ടോട്ടലിനോട് നിങ്ങൾക്ക് എത്ര ഗ്രേസ് മാർക്ക് ഗ്രാൻഡ് ടോട്ടലിൽ ഗ്രേസ് മാർക്ക് GM എന്ന് പറഞ്ഞുകൊണ്ടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു GM മാർക്കും അതുപോലെ TE മാർക്കും കൂട്ടിയിട്ട് ഓരോ സബ്ജക്റ്റിനും, അതായത് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് നോക്കുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് TE മാർക്ക് എന്ന് പറഞ്ഞാൽ 60 മാർക്കുള്ളതും 80 മാർക്കുള്ള സബ്ജക്റ്റിൻ്റെ ആ ഒരു പരീക്ഷയുടെ മാർക്കിനാണ് ഒരു ടെർമിനൽ ഇവാലുവേഷൻ എന്നുള്ളതാണ് TE എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പരീക്ഷയിൽ കിട്ടിയ മാർക്കാണ് TE എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ലഭിച്ച ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്കും അതുപോലെ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് ലഭിച്ച ആ ഒരു ഗ്രേസ് മാർക്ക്, അത് GM എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു മാർക്കും കൂട്ടിയിട്ട് നിങ്ങൾക്ക് 48 80-ൽ കിട്ടിയിട്ടുണ്ടോ, അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36 മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റാണ് തോറ്റത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഗ്രേസ് മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികൾ ഗ്രാൻഡ് ടോട്ടലിലെ TE മാർക്ക് നോക്കിയിട്ട് 80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 48 ഉണ്ടോ, അതുപോലെ ഗ്രാൻഡ് ടോട്ടലിൽ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ TE മാർക്ക് 36 ഉണ്ടോ എന്ന് നോക്കുക. ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഗ്രേസ് മാർക്കും പരീക്ഷയുടെ മാർക്കായിട്ടുള്ള TE മാർക്കും ഗ്രാൻഡ് ടോട്ടലിൽ നൽകിയിട്ടുണ്ടാകും. അത് കൂട്ടിയിട്ട്, അത് GM എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗ്രേസ് മാർക്കിൻ്റെ
കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു ഗ്രേസ് മാർക്കും TE മാർക്കും കൂട്ടിയിട്ട് 80 മാർക്ക് സബ്ജക്റ്റിൽ 48 ഉണ്ടോ, 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 36 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കും. അതേസമയം ഈ ഒരു 80 മാർക്കിൽ 48ഓ അതുപോലെ 60 മാർക്കിൽ 36 മാർക്കോ നിങ്ങൾക്ക് TE മാർക്ക് മാത്രമുള്ളവർ ആ ഒരു മാർക്ക് മാത്രം നോക്കുക. ഗ്രേസ് മാർക്കുള്ളവർ TE മാർക്കും ഗ്രേസ് മാർക്കും കൂട്ടിയിട്ട് ഈ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു മാർക്ക് കിട്ടാതെ ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ ആ ഒരു സബ്ജക്റ്റൊക്കെ നിങ്ങൾ തോറ്റതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എത്ര വിഷയമാണോ തോറ്റുള്ളത്, 6 വിഷയം തോറ്റിട്ടുണ്ടെങ്കിൽ 6 വിഷയവും നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാൻ പറ്റുന്നതാണ്. പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ നിങ്ങൾക്ക് സ്കൂളുകളിൽ നൽകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ പ്ലസ് ടു പാസ്സാണ്, എന്നാൽ പ്ലസ് വണ്ണിലാണ് നിങ്ങൾ മാർക്ക് കുറഞ്ഞ് തോറ്റിട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതാൻ പറ്റുക പ്ലസ് ടുവിൻ്റെ സബ്ജക്റ്റാണ്. പ്ലസ് വണ്ണിൻ്റേത് നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ എഴുതാനായിട്ട് പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതി നിങ്ങൾ പ്ലസ് വണ്ണിന് കുറവുള്ള മാർക്കും പ്ലസ് ടുവിന് ജയിക്കാൻ വേണ്ട മാർക്കും നിങ്ങൾ ടോട്ടലായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് വീണ്ടും അടുത്ത വർഷം 2026 നടക്കുന്ന പ്ലസ് വണ്ണിൻ്റെ പരീക്ഷയും പ്ലസ് ടുവിൻ്റെ പരീക്ഷയും നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അതായത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറയാം. കെമിസ്ട്രിയാണ് സബ്ജക്റ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് കിട്ടിയിട്ടുള്ള മാർക്കും പ്ലസ് ടുവിന് കിട്ടിയ മാർക്കും നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് കെമിസ്ട്രിക്ക് 10 കിട്ടിയിട്ടുള്ളൂ, എന്നാൽ നിങ്ങൾക്ക് പ്ലസ് ടുവിന് അതായത് ഒരു 19 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് 18 ജയിക്കാൻ ഒരു വർഷം വേണ്ടത്, എന്നാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ ടോട്ടൽ കൂട്ടുന്ന സമയത്തും ആകെ 29 മാർക്കേ വേണ്ടൂ. നിങ്ങൾക്ക് 2 വർഷം കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു 36 മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഇവിടെ 29 മാർക്കേ ഉള്ളൂ. പ്ലസ് ടു ഓൾറെഡി പാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്ത സേ പരീക്ഷ എന്ന് പറയുമ്പോൾ പ്ലസ് ടുവിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പ്ലസ് ടു തോറ്റത് കൊണ്ട് തന്നെ സേ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ, അതായത് ഓവറോൾ പ്ലസ് 1 പ്ലസ് 2 കൂട്ടിയിട്ടാണ് ഒരു വിദ്യാർത്ഥി ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതായത് ഗ്രാൻഡ് ടോട്ടൽ നോക്കിയിട്ടാണ് ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ നോക്കുന്നത്. അപ്പോൾ ഇതിൽ TE മാർക്ക് മാത്രമാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ അവരുടെ TE മാർക്കും അതുപോലെ തന്നെ ഗ്രേസ് മാർക്കും TE മാർക്കും അതിനോടൊപ്പം ഗ്രേസ് മാർക്ക് എന്ന് പറയുമ്പോൾ GM എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ്, അതായത് 10 മാർക്കാണ് പ്ലസ് വണ്ണിന് കിട്ടിയത്, പ്ലസ് ടുവിന് 19 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എഴുതുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു 36 മാർക്കിൽ നിന്നും, അതായത് 36 എന്ന് പറയുമ്പോൾ 2 വർഷം കൂടി ജയിക്കാൻ വേണ്ട ഈ ഒരു 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ജയിക്കാൻ വേണ്ട മാർക്കാണ്. അപ്പോൾ അതിൽ പ്ലസ് വണ്ണിന് കിട്ടിയ 10 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 26 മാർക്ക് നിങ്ങൾ, അതായത് ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എന്ന സമയത്ത് 26 മാർക്ക് നിങ്ങൾ വാങ്ങിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു ജയിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അതേസമയം ഈ ഒരു മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പിന്നീട് അടുത്ത വർഷം വീണ്ടും പ്ലസ് വണ്ണിൻ്റെ പരീക്ഷ എഴുതി നിങ്ങൾ ആ ഒരു കുറവുള്ള മാർക്ക് നിങ്ങൾ വീണ്ടും വായിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു നന്നായിട്ട് പഠിച്ച് ജയിക്കാനായിട്ട്, അതായത് നിങ്ങൾ അഥവാ തോൽക്കുകയാണെങ്കിൽ തന്നെ പ്ലസ് ടു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. ജൂൺ 25-ാം തീയതിയോടാണ് സാധാരണഗതിയിൽ നിങ്ങൾക്ക് പരീക്ഷ നടക്കാറുള്ളത്, അതായത് സേ പരീക്ഷ നടക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, സേ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക. കാരണം ഓരോ സേ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസിൻ്റെ എണ്ണം കൂടുന്നതായിരിക്കും. കാരണം ജയിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ പ്രാവശ്യവും എക്സ്ട്രാ നിങ്ങൾ പരീക്ഷ എഴുതുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്പർ ഓഫ് ചാൻസ് കൂടുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും പ്ലസ് ടു പരീക്ഷയിൽ ജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.